പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഭംഗിയുള്ള ഒരു പമ്പരം എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി വേണ്ട സാധനങ്ങൾ: ഒരു ചതുരാകൃതിയിലുള്ള പേപ്പർ കഷ്ണം, പിന്നെ ഒരു പല്ലുകുത്തി. ആദ്യം ചതുരാകൃതിയിലുള്ള പേപ്പർ കഷ്ണം എടുത്ത് അതിൻ്റെ ഒരു അറ്റം ഇങ്ങനെ 3 തുല്യ ഭാഗമായി ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് വീണ്ടും 3 തുല്യ ഭാഗമായി ഇങ്ങനെ വിഭജിക്കണം. ഇതിനുശേഷം നമ്മുടെ പേപ്പർ ഡയഗണലി ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഡയഗണലി ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പേപ്പർ തുറന്ന് ഇങ്ങനെ ഒരു അലമാര അടയ്ക്കുന്നത് പോലെ ഇരുവശത്തു നിന്നും ഇങ്ങനെ അടയ്ക്കുക. നോക്കൂ, വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. അത് കഴിഞ്ഞ് അത് തുറന്ന് വീണ്ടും ഡയഗണലി ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഡയഗണലി ഇരുവശത്തു നിന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്തതിനു ശേഷം നമ്മൾ പേപ്പർ തിരിച്ചു വെച്ച് വീണ്ടും ഡയഗണലി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പേപ്പർ ഇരുവശത്തിൻ്റെയും ഒരു ഭാഗത്ത് ഇങ്ങനെ അമർത്തണം. നോക്കൂ, 4 വൈ ഷേപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കാം. അതിനുശേഷം നമ്മുടെ പേപ്പർ എടുത്ത് അത് തിരിച്ചു വെച്ച് ഇങ്ങനെ സ്ക്വാഷ് ചെയ്യുമ്പോൾ ഭംഗിയുള്ളൊരു ചിത്രശലഭം ദൃശ്യമാകുന്നു. ഇനി ഇരുവശത്തുമുള്ള ട്രയാങ്കുലർ ഫ്ലാബ്, ത്രികോണാകൃതിയിലുള്ള ഫ്ലാബ് ഇങ്ങനെ അമർത്തി പേപ്പറിൻ്റെ നടുക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. നോക്കൂ, വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. ഇതിനുശേഷം വീണ്ടും ട്രയാങ്കുലർ ഫ്ലാപ്പ് ഇങ്ങനെ അമർത്തിയതിനു ശേഷം പേപ്പറിൻ്റെ നടുക്ക് കയറ്റി വയ്ക്കുക. വളരെ ഭംഗിയുള്ളൊരു കളിപ്പാട്ടമാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും സാധിക്കും. നോക്കൂ, കട്ടിയുള്ള ഒരു സ്ക്വയർ ഇങ്ങനെ നമുക്ക് നിർമ്മിച്ചെടുക്കാം. പല ലെയറുകളുള്ള ഒരു സ്ക്വയർ. ഇനി ഒരു പല്ലുകുത്തിയുടെ പകുതി എടുത്ത് ഇങ്ങനെ നടുക്ക് കുത്തിയതിന് ശേഷം, നോക്കി ഇതുപോലെ കുത്തിയതിന് ശേഷം ഒരു പമ്പരം കറക്കുന്നത് പോലെ കറക്കിക്കഴിഞ്ഞാൽ ഇതാ നമ്മുടെ പേപ്പർ പമ്പരം തയ്യാറായി കഴിഞ്ഞു. വളരെ ഭംഗിയുള്ള ഈ പേപ്പർ പമ്പരം നിർമ്മിക്കാൻ എന്ത് എളുപ്പമാണെന്ന് നോക്കൂ. കൂട്ടുകാരെല്ലാവരും ഇത് ശ്രമിച്ചു നോക്കണം.